ഹായ്, ഇന്ന് വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്. ഇന്നലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കിട്ടി എനിക്ക്. വേറൊന്നല്ല, OnePlus Nord ഫോൺ പ്രീ ഓർഡർ ചെയ്തതിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇന്നലെ ആമസോണിൽ എനിക്കിത് കിട്ടി. ഇപ്പോഴാണ് ഞാനിത് തുറന്നു നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ച്. കഴിഞ്ഞ ജൂലൈ 15-ന് മോനാണ് എനിക്ക് വേണ്ടി ഈ ഫോൺ പ്രീ ഓർഡർ ചെയ്തത്. എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഹോംവർക്കും അവരുടെ വോയിസ് നോട്ടുകളും ഒക്കെ ഇടുന്നതുകൊണ്ട്, ഫോണിൽ വരുന്നതുകൊണ്ട് വാട്സപ്പ് ഒക്കെ നിറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഫോൺ ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സ്പേസ് ഉള്ളൊരു ഫോൺ വേണം എന്ന് ഞാൻ മോനോട് പറഞ്ഞിരുന്നു. അപ്പോൾ മോനാണ് ഈ ഫോണിനെ കുറിച്ച് പറഞ്ഞതും എനിക്ക് വേണ്ടിയിട്ട് അത് പ്രീ ഓർഡർ ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ ഏറ്റവും ഉപയോഗപ്പെടുന്നത് അധ്യാപകർക്കാണ്. കാരണം പ്രീ പ്രൈമറി, അംഗൻവാടി 1-2 ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് പഠനം വളരെ ആസ്വാദ്യകരവും ലളിതമാക്കാനായിട്ട് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കും. ഇനി ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്നല്ലേ, നമ്മൾ ഈ 24 ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ ഓടി വരുന്നത്, അതുപോലെ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ റിയൽ വേൾഡിന്റെയും വിർച്വൽ വേൾഡിന്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ ഓബ്ജക്റ്റിന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ജീവിയോ ഏതെങ്കിലും പൂവോ ചെടിയോ അങ്ങനെ എന്തിനേയും നമുക്ക് നമ്മുടെ ടേബിളിന്റെ മുമ്പിലേക്ക്, ഒരു പ്രതലത്തിലേക്ക്, ഇപ്പൊ തറയിലായാലും ടേബിളിലായാലും നമുക്ക് റിയൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് ഈ ഗിഫ്റ്റ് തുറന്നു നോക്കാം. മനോഹരമായിട്ടുള്ളൊരു ബോക്സാണ് വന്നിട്ടുള്ളത്. ആമസോണിലാണ് ഇത് വന്നിട്ടുള്ളത്. വാവ്, ഇതാ നോക്കാം. ഇത് നോക്കട്ടെ. ആദ്യം ടീഷർട്ടാണ്. പ്ലസ് അപ്പൊ ടീഷർട്ട് അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല സുഖം ഇടാൻ. പിന്നെ നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാർഡാണിത്. QR കോഡ് ഇതിലുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഈ ഫോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ലോഞ്ചിങ് കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. എങ്കിലും 5th ജനറേഷൻ ഫോണാണ്. OnePlus Nord ഓഗ്മെന്റഡ് റിയാലിറ്റി ഫോണിൻ്റെ പ്രോസസ്സർ വന്നിട്ട് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 765G ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് 2 ഫ്രണ്ട് ക്യാമറയും 4 ബാക്ക് ക്യാമറയും ഉൾപ്പെടെ 6 ക്യാമറകളുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ ഫോണിൻ്റെ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ സംഗതി. 48 MP ക്വാഡ് റിയർ ക്യാമറാസും 32 MP സെൻസർ ഓൺ ദി ഫ്രണ്ടുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോട്ടോഗ്രാഫി പാഷനായിട്ടുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം എൻജിനീയേഴ്സാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇതിനുള്ളത്. നമ്മുടെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു അൾട്ടിമേറ്റ് സ്റ്റോറി ടെല്ലറാണ് OnePlus Nord എന്ന് പറയാം. ഈ
ജൂലൈ 21 രാത്രി കൃത്യം 7:30 ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെയാണ് ഇതിന്റെ ലോഞ്ചിങ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് OnePlus Nord AR. രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ ലോഞ്ചിങ് കാണാം. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് OnePlus Nordന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഇതിന്റെ ലോഞ്ചിങ് കാണാം. ഒന്നാമത്തെ മാർഗം. രണ്ടാമത് OnePlusന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ ഇതിന്റെ ലോഞ്ചിങ് കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രീ ഓർഡർ ചെയ്ത ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു മാർഗം ഉപയോഗിച്ചിട്ട് ലോഞ്ചിങ് കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രീ ഓർഡർ ചെയ്യാത്ത ആളുകൾക്കും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടോ അതല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടോ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലോഞ്ചിങ് കാണാനുള്ള ആപ്പിൻ്റെ ലിങ്കും അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ 7:30 ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിന് വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും